വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടന് ജാമ്യം. വനം വകുപ്പ് ജാമ്യത്തെ എതിർത്തെങ്കിലും കർശന ഉപാധികളോടെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും തെറ്റു തിരുത്തുമെന്നും വേടൻ പിന്നീട് പ്രതികരിച്ചു. വിഷയം അവധാനതയോടെ കൈകാര്യം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേടനെതിരെ എടുത്ത കേസിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പുലിപ്പല്ല് കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ജാമ്യം നൽകിയാൽ വേടൻ വിദേശത്തേക്ക് കടക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളണമെന്നായിരുന്നു വനം വകുപ്പിന്റെ വാദം. ആരാധകൻ സമ്മാനമായി നൽകിയതാണെന്നും പുലിപ്പല്ലെന്നറിഞ്ഞിരുന്നെങ്കിൽ ഉപയോഗിക്കില്ലായിരുന്നുവെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു. ശാസ്ത്രീയ തെളിവിന്റെ അഭാവവും ജാമ്യത്തിന് അനുകൂലമായി. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും തെറ്റുകൾ തിരുത്തുമെന്നും വേടൻ. ഇവന്റെ പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം. ലഹരിക്കാര്യത്തിലെ നടപടിയിൽ പിന്നാക്കവും മുന്നാക്കവുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ പുലിപ്പല്ല് പോലുള്ള വിഷയങ്ങളിൽ അവധാനതയോടെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി. പുലിനകം പോലുള്ള പ്രശ്നങ്ങൾ അത് അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അത് സ്വാഭാവികമായിട്ടും അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടാവും. വേടൻ രാഷ്ട്രീയ ബോധമുള്ള മികച്ച കലാകാരനെന്ന മന്ത്രി AK ശശീന്ദ്രൻ. വേടനെതിരെ അറസ്റ്റ് നടപടി സ്വീകരിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും AK ശശീന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന പ്രതിഭാഗം പറഞ്ഞെങ്കിലും കോടതി തള്ളി. കേരളം വിട്ട് പുറത്തു പോകരുത്, 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. വേടനെ തൃശൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് വേടന്റെ മാലക്കെതിരെ വനം വകുപ്പ് കേസെടുത്തത്. വേടനെ വനം വകുപ്പ് വേട്ടയാടിയെന്ന വിമർശനം ശക്തമാണ്. ആനക്കൊമ്പ് കേസിൽ അനങ്ങാപ്പാറ നിലപാട് സ്വീകരിച്ച വനം വകുപ്പ് വേടനോട് കാട്ടിയത് ഇരട്ട നീതിയെന്നാണ് ആക്ഷേപം. അതേസമയം ലഹരി ഉപയോഗം സമ്മതിച്ച വേടൻ തെറ്റുതിരുത്തി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കൊച്ചിയിൽ നിന്ന് മാഹിനൊപ്പം വിഷ്ണു സുരേഷ്, 24. രാജ്യത്ത് ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. പൊതുജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് നടത്താനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഏറെ നിർണായകമാണ്. പ്രതിപക്ഷ സമ്മർദ്ദത്തിന്റെ വിജയമെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതികരണം. ജാതി സർവേ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന പ്രചാരണ വിഷയം. പിന്നാക്ക വോട്ടുകൾ നിർണായകമായ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് പ്രചാരണ വിഷയമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. The Cabinet Committee of Political Affairs has decided today, that is 30th April 2025, that caste enumeration should be included in the forthcoming census. This demonstrates that a government is committed to the values and interests of a society and country. ഭരണഘടനയനുസരിച്ച് സെൻസസ് കേന്ദ്ര വിഷയമാണെന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് ജാതി സെൻസസ് ഉപയോഗിച്ചതെന്നും കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി. RJD കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ 2023 ഒക്ടോബറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബീഹാറിലെ ജാതി സർവേ പുറത്തുവിട്ടിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും ജാതി സർവേ നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ജാതി കണക്കെടുപ്പ് നടത്തുമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയും പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര തീരുമാനം ഇന്ത്യ മുന്നണിയുടെ സമ്മർദ്ദ ഫലമായെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണം. Caste census, we have been fighting now for some time. Government has opposed. For some reason, we don't understand what that reason is. They have suddenly decided to do it. We welcome that. We are happy that they have done the caste census. സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ ജാതി കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. UPA ഭരണകാലത്ത് 2011 ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് നടത്തിയിരുന്നെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല. 24 ഡൽഹി. വൈകിയാണെങ്കിലും ജാതി സെൻസസ് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. BJP ഒഴികെ എല്ലാ പാർട്ടികളും ജാതി സെൻസസ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും MA ബേബി പറഞ്ഞു. CPIM ഉൾപ്പെടെ ഒട്ടേറെ പാർട്ടികൾ, പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും BJP ഒഴികെ ആവശ്യപ്പെട്ടുള്ളൊരു കാര്യമാണിത്. വൈകിയാണെങ്കിൽ പോലും ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത് സമയബന്ധിതമായി നടപ്പാക്കാൻ വേണ്ട നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ജാതി സെൻസസിന്റെ രാഷ്ട്രീയ മാനങ്ങൾ വളരെ വലുതാണ്.
ബ്രിട്ടീഷ് ഇന്ത്യയിൽ അല്ലാതെ രാജ്യത്ത് ആധികാരികമായൊരു ജാതി സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. ജാതി സെൻസസിന്റെ ആ ചരിത്രത്തിലേക്ക്. ജാതി സെൻസസ് കണ്ണിൽ പൊടിയിടലാണെന്ന നിലപാടിൽ നിന്ന് യു-ടേൺ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ചുവടുവയ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് ഉയർത്തി യു-പിയിലടക്കം നേട്ടം കൊയ്ത കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഷോക്ക് ട്രീറ്റ്മെന്റ്. ബി-ജെ-പിയുടെ രാഷ്ട്രീയ നയം വ്യക്തം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1931 വരെ ജാതി സെൻസസ് നടന്നിട്ടുണ്ട്. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ 1953 കേന്ദ്ര സർക്കാർ കാക്ക കലേൽക്കർ കമ്മീഷനെ നിയോഗിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞു. 1979 അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി പുതിയൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ബി.പി. മണ്ഡലിനെ നിയമിച്ചു. 1980 ഈ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും 1.5 പതിറ്റാണ്ടോളം നടപടിയൊന്നും ഉണ്ടായില്ല. 1990 വി.പി. സിംഗ് സർക്കാർ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്ന പുതിയ വിഭാഗത്തെ ഉൾപ്പെടുത്തി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി. 2011 മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് എന്ന പേരിൽ നടത്തിയ സെൻസസിന്റെ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പിന്നീട് ബീഹാറിലെ JDU-RJD സർക്കാരും കർണാടകയിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് സർക്കാരുകളും ജാതി സർവേ നടപ്പിലാക്കിയിരുന്നു. രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജനതയുടെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് ജാതി സെൻസസ് നടപ്പാക്കുന്നതിലൂടെ വെളിപ്പെടും. ന്യൂസ് ഡെസ്ക് 24. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് കല്ലിട്ടതുകൊണ്ടായില്ല, കപ്പലോടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് ഇപ്പോഴാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പട്ടിക അംഗീകരിച്ച് നൽകാത്തതുകൊണ്ടാണ് ക്ഷണിക്കാൻ വൈകിയത്. പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ആഗ്രഹിക്കാമല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി ഇടത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. സർക്കാരിൻ്റെ വാർഷികത്തിനിടെ നടക്കുന്ന തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ചരിത്ര മുഹൂർത്തമാണ്. രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് വരുമാനം കിട്ടാനിടയാക്കിയത് തന്റെ സർക്കാർ ഉണ്ടാക്കിയ കരാർ മൂലമാണെന്നും വാദിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് നാടിനാകെയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനെ കമ്മീഷൻ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ വൈകുന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി പ്രതികരിച്ചു. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ചു വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ, ക്ഷണം ചെല്ലുന്നത് അവസാനമാണല്ലോ. ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ. ഞങ്ങൾ ഏതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി. ഇനിയും അദ്ദേഹത്തിന് മനസ്സ് മാറ്റി ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിഴിഞ്ഞം പരിപാടിയിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട്. ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുക. അതാണ് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചപ്പോൾ കുടുംബത്തെ ഒപ്പം കൂട്ടിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രി മറുപടി നൽകി. എന്റെ മകളും ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായത് അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ. ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പോക്കാണ്. അതിന്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല. അപമാനിക്കാനുള്ള സർക്കാർ നീക്കത്തിന് നിന്നുകൊടുക്കേണ്ട എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. മെയ് 2 UDF ഏകോപന സമിതി യോഗം ചേരും. പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിൽ പങ്കെടുക്കും. വിവാദമായപ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തനിക്ക് കിട്ടിയ കത്തിൽ എവിടേക്കാണ് വരേണ്ടതെന്ന് പോലുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കും. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത്? ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല. 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് കത്തയക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ഉദ്ഘാടന ദിവസം കോഴിക്കോട് DCC ഓഫീസിൽ പ്രതിപക്ഷ നേതാവിന്റെ അധ്യക്ഷതയിൽ UDF ഏകോപന സമിതി യോഗം ചേരും.
എന്നാൽ പങ്കെടുക്കേണ്ടവരുടെ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉണ്ടായിരുന്നുവെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ. ഞങ്ങൾക്ക് ഇവിടെ കേന്ദ്രത്തിന്റെ പരിപാടി നിഷ്കർഷിച്ച് തന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു. ഉറപ്പിച്ച സമയത്ത് തന്നെ എൻ്റെ ലെറ്റർപാടിൽ ഞാൻ കത്ത് കൊടുത്തിരിക്കുന്നത്. തിരിച്ചൊരു മറുപടി ഇല്ല, അറിയിച്ചില്ല. അതെനിക്കറിയില്ല. നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു ആ പേര്. ഇതിനിടെ പദ്ധതിയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പരസ്യം പുറത്തിറങ്ങി. തുറമുഖം വികസിത് ഭാരതിന്റെ ഭാഗമെന്ന തലക്കെട്ടോടെയാണ് പരസ്യം. 18,000 കോടി രൂപ പദ്ധതിക്ക് ചെലവായെന്നും പരസ്യത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അവർ തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ആഴത്തിലുള്ളതാണ്. അതേസമയം ശശി തരൂർ MP, M. വിൻസെന്റ് MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 24 തിരുവനന്തപുരം. PK ശ്രീമതിക്ക് CPMന്റെ എല്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും പങ്കെടുക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന കമ്മിറ്റിയിലും അതിനു മുൻപ് ചേരുന്ന സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കാം. 75 വയസ്സാണ് പാർട്ടിയിലെ പ്രവർത്തന കാലം. അത് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം. ചിലർക്ക് ഇളവ് നൽകി, അതിലൊരാളാണ് താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PK ശ്രീമതിക്ക് ഇളവ് നൽകിയത് കേന്ദ്ര കമ്മിറ്റി കോട്ടയിലാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. കേരളത്തിലുണ്ടാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർ പങ്കെടുക്കും. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായി ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു വിചാരിക്കുക. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവർ പങ്കെടുത്തുനിന്ന് വരും. 75 വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ്. 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സംഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ. കേരളത്തിന്റെ ഭാഗമായിട്ടല്ല, കേന്ദ്ര പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അവരെ കേന്ദ്ര കോട്ടയിൽപ്പെടുത്തി എക്സംപ്റ്റ് ചെയ്യുകയാണ്. സർവീസിൽ നിന്ന് വിരമിച്ച ബിജു പ്രഭാകറിനെ KSCB ചെയർമാൻ സ്ഥാനത്ത് വീണ്ടും നിയമിക്കാനുള്ള നിർദ്ദേശം സർക്കാർ തള്ളി. വിരമിച്ചവരെ നിയമിക്കാൻ കഴിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി തള്ളിയത്. വിരമിച്ച ഉദ്യോഗസ്ഥനെ KSCB തലപ്പത്ത് നിയോഗിക്കുന്നതിനെ IAS അസോസിയേഷനും എതിർത്തിരുന്നു. ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ച ബിജു പ്രഭാകറിനെ KSCB ചെയർമാൻ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി സർക്കാരിന് മുന്നിൽ വെച്ച ശുപാർശ. ബിജു പ്രഭാകറിനെ KSCB തലപ്പത്ത് തന്നെ തുടരാൻ അനുവദിക്കുന്നതിന് മറ്റ് സമ്മർദ്ദങ്ങളും സർക്കാരിന് മേലുണ്ടായിരുന്നു. എന്നാൽ KSCBയിലെ ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ നിർദ്ദേശം വന്നപ്പോൾ മുഖ്യമന്ത്രി എഴുതിയ ഫയൽ കുറിപ്പ് ബിജു പ്രഭാകറിന് തടസ്സമായി മാറുകയായിരുന്നു. KSCB ഡയറക്ടർമാരായി വിരമിച്ചവരെ നിയമിക്കാൻ കഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പ്. ഡയറക്ടർമാർക്ക് ബാധകമാക്കിയ നിബന്ധന ലംഘിച്ച് ചെയർമാൻ നിയമനം നൽകിയാൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞാണ് ബിജു പ്രഭാകരന്റെ നിയമന ശുപാർശ മുഖ്യമന്ത്രി നിരാകരിച്ചത്. വിരമിച്ച ഉദ്യോഗസ്ഥനെ വൈദ്യുതി ബോർഡിന്റെ തലപ്പത്ത് നിയമിക്കുന്നതിനെ IAS അസോസിയേഷനും ശക്തമായി എതിർത്തു. ഇതുകൂടിയായപ്പോൾ സർക്കാർ ബിജു പ്രഭാകരന്റെ പുനർനിയമന നീക്കത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിന് ആശ്വാസം. CBI അന്വേഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിൽ CBIക്കും ജോമോൻ പുത്തൻപുരയ്ക്കലിനും സംസ്ഥാന സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നാണ് KM എബ്രഹാം വാദിച്ചത്. ഇത് അംഗീകരിച്ചാണ് സുപ്രീം കോടതി നടപടി. KM എബ്രഹാമിന് അനുകൂല നിലപാടാണ് കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. KM എബ്രഹാമിനെതിരായ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും ചൂണ്ടിക്കാട്ടി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിന് തന്നോട് വൈരാഗ്യമെന്നും KM എബ്രഹാം ചൂണ്ടിക്കാട്ടി. CBI, ജോമോൻ പുത്തൻപുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ തുടങ്ങിയവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. KM എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു ആരോപണം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കേരള ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. 24 ഡൽഹി. N. പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ പിൻവലിച്ചേക്കും. പ്രശാന്തിനെ തിരിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് പരിഗണിച്ച് മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വിമർശനത്തിന്റെ പേരിലാണ് N. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കാലാവധി 6 മാസം തികയുമ്പോഴാണ് നടപടി പിൻവലിക്കുന്നതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് ചീഫ് സെക്രട്ടറി പ്രശാന്തിന്റെ ഹിയറിംഗ് നടത്തിയിരുന്നു. സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ വിമർശിച്ചിട്ടില്ല എന്നാണ് പ്രശാന്തിന്റെ വാദം. സസ്പെൻഷൻ കാലാവധി 6 മാസം പിന്നിട്ടാൽ കേന്ദ്ര പേഴ്സണൽ ട്രെയിനിംഗ് മന്ത്രാലയത്തിൽ നിന്ന് സർക്കാരിനോട് വിശദീകരണം ആരായാൻ സാധ്യതയുണ്ട്.
ഇതുകൂടി കണക്കിലെടുത്താണ് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ശുപാർശ ചീഫ് സെക്രട്ടറി കൈമാറിയതെന്നാണ് സൂചന. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കുക. സാധാരണ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ശരിവയ്ക്കുകയാണ് പതിവ്. സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ പ്രശാന്തിന് കൃഷിവകുപ്പിൽ തന്നെ നിയമനം നൽകേണ്ടിവരും. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി ഇരിക്കെയാണ് പ്രശാന്ത് നടപടി നേരിട്ടത്. പ്രശാന്ത് കൃഷിവകുപ്പിൽ നിയമിതനായിട്ട് 2 വർഷം തികഞ്ഞിട്ടില്ല. 2 വർഷം തികയാതെ ഡോക്ടർ ബി അശോകിനെ ട്രാൻസ്ഫർ ചെയ്തത് കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതേ കേസിൽ ചീഫ് സെക്രട്ടറി കോടതി അലക്ഷ്യം നേരിടുന്നുമുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് ചുമതലയേറ്റു. ക്യാബിനറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നതാണ് പ്രധാന ചുമതലയെന്ന് സ്ഥാനമേറ്റെടുത്ത ശേഷം എ ജയതിലക് പ്രതികരിച്ചു. ശാരദാ മുരളീധരന്റെ പിൻഗാമിയായാണ് എ ജയതിലക് ചീഫ് സെക്രട്ടറി പദവിയിലെത്തുന്നത്. 1991 ബാച്ച് IAS-കാരനാണ് ജയതിലക്. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പദവികൾ വഹിച്ച ശേഷമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത്. മന്ത്രിസഭാ തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്ന് ചുമതലയേറ്റ ശേഷം ജയതിലക് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേരത്തെയുള്ള ക്യാബിനറ്റിലെ തീരുമാനങ്ങളും ഇനി വരാൻ പോകുന്ന ക്യാബിനറ്റിലെ തീരുമാനങ്ങളും സമയബന്ധിതമായിട്ട് തീർപ്പ് കൽപ്പിക്കും. ഇതാണ് എൻ്റെ പ്രോമിസ്. എൻ പ്രശാന്ത് IAS സസ്പെൻഷനിലായത് ജയതിലകിനെതിരായ അധിക്ഷേപ പരാമർശം ഫേസ്ബുക്കിലൂടെ നടത്തിയെന്ന പേരിലാണ്. കൂടാതെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി ടെൻഡറില്ലാതെ സ്വകാര്യ കമ്പനിക്ക് മറിച്ചു നൽകിയെന്ന ആരോപണവും ജയതിലകിനെതിരെയുണ്ട്. കേന്ദ്ര വിജിലൻസ് കമ്മീഷന് മുന്നിലെത്തിയ പരാതി ചീഫ് സെക്രട്ടറിക്കാണ് കൈമാറിയത്. ഈ വിഷയങ്ങളിലടക്കം ജയതിലക് എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ആകാംക്ഷ. അടുത്ത വർഷം ജൂൺ വരെ ജയതിലകിന് ചീഫ് സെക്രട്ടറിയായി കാലാവധിയുണ്ട്. 24 തിരുവനന്തപുരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉടൻ തിരിച്ചടി നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ സമിതികൾ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനിടെ റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴിവാക്കി. രാവിലെ 11 മണിയോടെ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു യോഗം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ സുരക്ഷാ സാഹചര്യവും സൈനിക നീക്കവും, അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ സൈന്യം സ്വീകരിച്ച നടപടികളും യോഗം വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക രാഷ്ട്രീയകാര്യ സമിതി യോഗവും ചേർന്നു. പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സേനാ മേധാവികൾക്ക് പ്രധാനമന്ത്രി നൽകിയിരുന്നു. ഭീകരാക്രമണത്തിന്റെയും തുടർന്നുള്ള സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനം ഒഴിവാക്കി. മെയ് 9 വിക്ടറി ദിന പരിപാടിയിലേക്കായിരുന്നു പ്രധാനമന്ത്രിക്ക് ക്ഷണം. പ്രധാനമന്ത്രിക്ക് പകരം രാജ്നാഥ് സിംഗ് പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനിടെ മുൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും വിരമിച്ച IPS, IFS ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയെ കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. വിനീത VG, 24 ഡൽഹി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വീണ്ടും നിർണായക ചർച്ചകൾ നടക്കുകയാണ്. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ചയുടെ ഭാഗമായി കരസേനാ മേധാവിയും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയിരുന്നു. R അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, രാത്രിയും നിർണായക ചർച്ചകൾ നടക്കുകയാണല്ലോ. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വിദേശകാര്യമന്ത്രി എത്തി, അതുപോലെ സുരക്ഷാ ഉപദേഷ്ടാവ്, സേനാ മേധാവികളൊക്കെ എത്തി. ഈ യോഗം അവസാനിച്ചോ? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? വിജയകുമാർ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൃത്യമായ മറുപടി നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ, അത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരം തയ്യാറെടുപ്പുകൾ തുടരുകയാണ്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് രാത്രി വൈകിയും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് വേദിയായത്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമാണ് വസതിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി മറ്റൊരു യോഗം കൂടി വിളിച്ചു ചേർത്തിരുന്നു. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തുടർച്ചയായി ഇത്തരം കൂടിക്കാഴ്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഏത് തരത്തിലായിരിക്കും ഇന്ത്യ ഇതിന് മറുപടി നൽകുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. എന്നാൽ തിരിച്ചടി ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പാകിസ്ഥാൻ തന്നെ അത്തരം ഒരു സ്ഥിരീകരണങ്ങൾ നടത്തുകയുണ്ടായി. വരുന്ന 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിച്ചേക്കും എന്ന് ചില വിവരങ്ങൾ ഉള്ളതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. എന്തായാലും അത്തരം സ്ഥിരീകരണങ്ങൾക്കിടെയാണ് ഇന്ത്യ, അതായത് പ്രധാനമന്ത്രിയുടെ വസതി കേന്ദ്രീകരിച്ചുള്ള നിർണായകമായിട്ടുള്ള ഈ ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ചില അഴിച്ചുപണികളും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടത്തി. ദേശീയ
സുരക്ഷാ ഉപദേശക സമിതിയുടെ അംഗങ്ങളിൽ മാറ്റം വരുത്തി അതിന്റെ ചെയർമാനായി മുൻ റോ മേധാവിയെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ചില അഴിച്ചുപണികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. മറ്റൊരിടത്ത് ഇതിന് വേണ്ട മുൻകരുതലുകൾ നീക്കങ്ങളും സജീവമായി തന്നെ തുടരുകയാണ്. യെസ്, രാത്രി വൈകിയും പ്രധാനമന്ത്രിയുടെ വസതി കേന്ദ്രീകരിച്ച് നിർണായക ചർച്ചകൾ നടക്കുകയാണ്. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, അതുപോലെ കരസേന മേധാവി ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ യോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ഒരു പക്ഷേ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പഹൽഗാം കൂട്ടക്കുരുതിക്ക് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറുകൾക്കകം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് അർദ്ധരാത്രി നടത്തിയ അസാധാരണ വാർത്താ സമ്മേളനത്തിൽ പാക് മന്ത്രി അത്താവുള്ള തരാർ പറഞ്ഞു. കുൽഗാം വനമേഖലയിൽ നിന്ന് രക്ഷപ്പെട്ട ഭീകരവാദികളെ സേന വളഞ്ഞു. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയും മട്ടിലാണ് പാക് സൈന്യത്തിന്റെ മര്യാദയില്ലാത്ത വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ. തുടർച്ചയായ 6ാം രാത്രിയും നൌഷേര, സുന്ദർബാനി, അബ്നൂർ സെക്ടറുകൾക്ക് നേരെയും പർഗുവാർ സെക്ടറിലുമുണ്ടായ കരാർ ലംഘനങ്ങൾക്ക് ഇന്ത്യൻ സേന കടുത്ത മറുപടി നൽകി. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ നേതാക്കളുടെ പ്രതികരണങ്ങളിലും പരിഭ്രാന്തി വ്യക്തമാണ്. 24 മുതൽ 34 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സേന ആക്രമിക്കുമെന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ വാർത്താവിതരണ മന്ത്രി അത്താവുള്ള തരാർ. ആശങ്ക പാക് പ്രതിരോധ മന്ത്രി ഇന്നും ആവർത്തിച്ചു. ഇന്ത്യൻ നീക്കങ്ങൾ അറിയാൻ സിയാൽകോട്ടിൽ റഡാർ സംവിധാനങ്ങൾ എത്തിച്ച പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ വിന്യസിച്ചിരുന്ന 2 കമ്പനി സേനയെ അതിർത്തിയിലേക്ക് അയച്ചു. മെയ് 2 വരെ ഇസ്ലാമാബാദിലും ലഹോറിലും പാകിസ്ഥാൻ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. ഏതു സമയവും എന്തും സംഭവിക്കാമെന്ന പ്രതീതിക്കിടെ മേഖലയിലെ സ്ഥിതി വഷളാക്കരുതെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് അമേരിക്ക. അതെന്തായാലും ഡൽഹിയിൽ നടക്കുന്ന തിരക്കിട്ട ചർച്ചകളിലും മുന്നൊരുക്കങ്ങളിലും പാകിസ്ഥാന്റെ വല്ലാത്ത ഭയം പ്രകടമാണ്. ഞങ്ങൾ ദൗത്യത്തിന് എപ്പോഴേ തയ്യാറാണ്. ഞങ്ങൾക്ക് എത്തിപ്പെടാനാവാത്തവണ്ണം വിശാലമായ ഒരു കടലുമില്ല എന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും ഒടുവിലത്തെ എക്സ്പോസ്റ്റ്. അതിർത്തി ഗ്രാമങ്ങൾ ബങ്കറുകൾ ഒരുക്കി കാത്തിരിക്കുന്നു. സേനാവിഭാഗങ്ങൾ സജ്ജമാണ്. അവർ നോക്കുന്നത് ഒരു ഉത്തരവിനാണ്, ഒരേ ഒരു ഉത്തരവിന്. ജമ്മു കാശ്മീരിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതൃപ്തി ഉയർന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പങ്കുവച്ച പോസ്റ്റർ പിൻവലിച്ചു കോൺഗ്രസ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം സ്വീകരിച്ച നിലപാട് എല്ലാവരും പിന്തുടരണമെന്ന് ഹൈക്കമാൻഡ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. പാകിസ്ഥാനും കോൺഗ്രസിനും ഒരേ സ്വരമെന്ന വിമർശനവുമായി BJP നേതാക്കൾ രംഗത്തെത്തി. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ബീഹാറിലെ ഒരു റാലിയിൽ പ്രസംഗിക്കാൻ പോയ പ്രധാനമന്ത്രിയുടെ നടപടിയെയാണ് കോൺഗ്രസ് പരിഹസിച്ചത്. നരേന്ദ്രമോദിയുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹമെന്ന് തോന്നിക്കുന്ന ചിത്രം പങ്കുവെച്ച് കാണാനില്ലെന്ന് അടിക്കുറിപ്പും നൽകി. കോൺഗ്രസിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ BJPക്കാർ മാത്രമല്ല വിമർശനവുമായി എത്തിയത്. പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ടെന്ന് തനിക്ക് അറിയാമെന്നായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ പോസ്റ്റ്. തൃണമൂൽ കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള പലരും പോസ്റ്റ് ഏറ്റുപിടിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് അപകടം മണത്തു. പിന്നാലെ രാത്രിയോടെ പോസ്റ്റ് പിൻവലിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേതാക്കൾക്കുള്ള മാർഗനിർദ്ദേശം രാവിലെ പുറത്തിറക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടി നിലപാട് പ്രമേയമായി പാസാക്കിയിട്ടുണ്ട്. അതിനപ്പുറം പ്രതികരണങ്ങൾ പാടില്ലെന്നാണ് നിർദ്ദേശം. പാർട്ടി നേതൃത്വവുമായി വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് പോസ്റ്റർ എത്തിയതെന്നാണ് സൂചന. ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡ് സമൂഹ മാധ്യമങ്ങളുടെ ചുമതലയുള്ള സുപ്രിയ ശ്രീനാഥയെ അറിയിച്ചതായാണ് വിവരം. പോസ്റ്റർ ജനങ്ങൾക്കിടയിൽ വിപരീത ഫലമുണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ. 24 ഡൽഹി. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫ്ളാറ്റിൽ സംവിധായകരെ പിടികൂടിയ സംഭവത്തിൽ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും എക്സൈസ് വീണ്ടും വിളിപ്പിക്കും. ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. സംവിധായകർക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയ കൊച്ചി സ്വദേശിയെയും ചോദ്യം ചെയ്യും. ഫ്ളാറ്റ് ഉടമയും സംവിധായകനുമായ സമീർ താഹിറിനോട് 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാനാണ് എക്സൈസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സമീർ താഹിറിനെ ചോദ്യം ചെയ്ത ശേഷം ഖാലിദ് റഹ്മാനെയും അഷ്റഫ് മുഹമ്മദിനെയും വീണ്ടും വിളിപ്പിക്കും. സംവിധായകർക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയ കൊച്ചി സ്വദേശിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. 1.5 മാസമായി ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നുവെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. 1 മാസം 1.5 മാസമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യേണ്ട ആ ഫ്ളാറ്റ് നമ്മുടെ ഇത് ഇൻഫർമേഷനിൽ ഇത് കഞ്ചാവൊന്നുമല്ല, വേറെ വലിയ ലഹരിയായിരുന്നു. അത് ഞങ്ങൾ പോയത് അവിടെ പലരും വന്ന് പോകുന്നുണ്ട്.
അപ്പോൾ ഇനി ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടി വരും, CCTV നോക്കേണ്ടി വരും. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പേർ രംഗത്തെത്തി. ലഹരി ആരുപയോഗിച്ചാലും തെറ്റാണെന്ന് നടൻ അജു വർഗീസ് പറഞ്ഞു. ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ ദ സൊസൈറ്റി. ഏത് ലഹരി അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഡിബേറ്റബിളാണ്. നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം. സോ എല്ലാ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെടെ 3 പേരിൽ നിന്നായി 1.6 ഗ്രാം കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. 24 കൊച്ചി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും. ശ്രീനാഥ് ഭാസിയെ അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും. അതേസമയം കേസിലെ പ്രതികളായ തസ്ലീമ സുൽത്താനയുടെയും ഭർത്താവ് സുൽത്താന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസിൽ നടന്മാരായ ഷൈം ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്തെങ്കിലും ലഹരി ഇടപാടുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ നിലവിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം നീങ്ങുന്നത്. മുഖ്യപ്രതി തസ്ലീമയും താരങ്ങളും നടത്തിയ വാട്സപ്പ് ചാറ്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഹൈബ്രിഡ് വേണോ എന്ന തസ്ലീമയുടെ ചോദ്യത്തിന് വെയിറ്റ് എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ മറുപടി. ശ്രീനാഥ് ഭാസിയെ അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ച മോഡൽ സൗമ്യയെ അടുത്ത ദിവസം വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം കേസിലെ പ്രതികളായ തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 24 ആലപ്പുഴ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. വയനാട് ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. മുഴിക്കാലടി ചേലക്കമ്പാടി ദിവാകരന്റെ ആടിനെ പുലി ആക്രമിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഈ മേഖലയിൽ ഇത് 3ാമത്തെ ആക്രമണമാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. മിഥില, എന്താണ് സംഭവിച്ചത്? ഈ വീട്ടുകാർ ഈ പുലിയെ കണ്ടു അല്ലേ? അത് ഈ ആടിനെ ആക്രമിക്കുന്നത് അവർ കണ്ടു, അതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ സ്ഥിരമായി പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിക്കാറായിട്ടുണ്ട് അല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വീട്ടുകാർ പുലിയെ കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ശബ്ദം കേട്ട് ജനൽ തുറന്നപ്പോൾ ഈ ആടിനെ പുലി ആക്രമിക്കുന്നതാണ് കണ്ടതെന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇതിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖല ഇത്തരത്തിൽ പുലിഭീതി നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ 3ാമത്തേതാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പുലി ഒരാടിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. കിളിയമ്പാറ വീട്ടിൽ ജോയുടെ ആടിനെയായിരുന്നു അന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതിന് 2 ദിവസം മുൻപ് 2 കിലോമീറ്റർ അകലെയുള്ള വെള്ളച്ചാൽ ഒപ്പമറ്റം റെജിയുടെ വീട്ടിലെ പശുവിനെ കൊന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കൂട് സ്ഥാപിക്കണം, പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണം എന്ന ഒരു ആവശ്യം ശക്തമാണ്. വിജയകുമാർ, യെസ്, ഈ മേഖലയിൽ ഇത് 3ാമത്തെ ആക്രമണമാണ്. ഇവിടെ പുലിയുടെ സാന്നിധ്യമുണ്ട്, അത് ആ പരിസരത്ത് തന്നെയുണ്ട്. ഇന്ന് രാത്രി ഏതാണ്ട് 8 മണിയോടെ ഈ വീട്ടുകാർ ഇതിനെ കാണുകയും ചെയ്തു. അവിടെ കൂട് സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അതുകൊണ്ട് പ്രസക്തവുമാണ്. വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഗാന്ത് സുരേഷിന്റെ അച്ഛനും അമ്മയും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. എടപ്പാൾ സ്വദേശി സുരേഷ്, ഗീത എന്നിവരാണ് ഹാജരായത്. പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ഇരുവരുടെയും മൊഴിയെടുക്കാൻ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു. നിലവിലെ കേസിൽ ഇരുവരും പ്രതികളല്ല. സുരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പ്രധാന പ്രതിയുടെ മാതാപിതാക്കൾ ഈ കേസിൽ പ്രതികളല്ല. അവർ ഏത് സാഹചര്യത്തിലാണ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്? ഇവർ വീട്ടിലില്ല, വീട് അടച്ചിട്ടിരിക്കുന്നുവെന്ന് നേരത്തെ അവിടെ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരുന്നല്ലോ അല്ലേ? വിജയകുമാർ, നേരത്തെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവർ വീട്ടിലില്ല, വീട് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് കണ്ടെത്തിയിരുന്നത്. ഇവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തണമെന്ന് ഈ ബന്ധുക്കളെ അടക്കം ഈ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മകന്റെ പേരിൽ ഈ കേസെടുത്തതിന് പിന്നാലെ ഈ മാതാപിതാക്കൾ മാറി നിൽക്കുകയായിരുന്നു ഇവിടെ നിന്ന്. അത് അവർ ക്ഷേത്ര ദർശനത്തിന് പോയി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ മകന്റെ പേരിൽ ഇത്തരത്തിലൊരു കേസ് വരികയും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായി പറയുകയും ചെയ്തതോടുകൂടി വലിയ മനോവിഷമം ഉണ്ടായെന്നും ആ മനോവിഷമത്തിൽ തങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിലൂടെ സന്ദർശനം നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച് ഈ ആളുകളെ ഫേസ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വീട്ടിലേക്ക് മടങ്ങി വരാതിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഗുരുവായൂരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താമസിച്ചു വരുന്നതിനിടയിലാണ് ഇവർ ഇന്ന് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്. എന്തായാലും പേട്ട പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചാവക്കാട് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നവരും. പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, യെസ്, ഇരുവരുടെയും മൊഴിയെടുക്കും. ഇവർ നിലവിൽ ഈ കേസിൽ പ്രതികളല്ല. അതുകൊണ്ട്
എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നത് കേസ് നിലവിലുള്ള പോലീസ് സ്റ്റേഷനായിരിക്കും, അവിടുത്തെ SHO ആയിരിക്കും തീരുമാനിക്കുക. സുരേഷ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനിവിനെ കഞ്ചാവ് കേസിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ് കുറ്റപത്രം. ഒന്നും രണ്ടും പ്രതികളിൽ നിന്ന് മാത്രമാണ് കഞ്ചാവ് പിടികൂടിയത് എന്നാണ് അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ എക്സൈസ് പറയുന്നത്. ഡിസംബർ 28-നാണ് കനിവ് ഉൾപ്പെടെയുള്ള 9-അംഗ സംഘത്തെ തകഴി വിരിപ്പാലയിൽ വെച്ച് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. സംഭവം വാർത്തയായതോടെ എക്സൈസിനെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി യു പ്രതിഭ MLA രംഗത്തെത്തി. എന്നാൽ MLAയുടെ മകൻ ഉൾപ്പെടെ 9 പേരെ പ്രതിചേർത്ത് എക്സൈസ് ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. തുടരന്വേഷണത്തിൽ റേഞ്ച് CIക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായെന്നാണ് ആക്ഷേപം. 1-2 പ്രതികളിൽ നിന്ന് മാത്രമാണ് കഞ്ചാവ് പിടികൂടിയത് എന്നാണ് കുറ്റപത്രം. കനിവ് ഉൾപ്പെടെ 3 മുതൽ 9 വരെയുള്ള പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ല. ഇതിനായി മെഡിക്കൽ പരിശോധനയും നടത്തിയിട്ടില്ല. 9 പേരടങ്ങുന്ന സംഘം കഞ്ചാവ് വലിക്കുന്നത് കണ്ടതായുള്ള 2 പേരുടെ സാക്ഷിമൊഴിയും അട്ടിമറിക്കപ്പെട്ടു. കേസിൽ ഇടക്കാല റിപ്പോർട്ടും ഇന്ന് കുറ്റപത്രവും ആലപ്പുഴ എക്സൈസ് നർക്കോട്ടിക് സെൽ CI മഹേഷ് സമർപ്പിച്ചു. 24 ആലപ്പുഴ. ക്രമക്കേട് പതിവാക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തു. പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ L സുധീഷിനെയാണ് തിരിച്ചെടുത്തത്. പരുത്തിപ്പള്ളി റേഞ്ചിലെ ക്രമക്കേടിൽ വിജിലൻസ് സുധീഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിരമിക്കാൻ 1 മാസം ബാക്കി നിൽക്കെയാണ് സർവീസിലേക്ക് ആളെ തിരിച്ചെടുത്തത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ സർവീസിൽ വിരമിക്കാൻ 1 മാസം ബാക്കി നിൽക്കുന്നു എന്നതുകൊണ്ടാണോ തിരിച്ചെടുത്തുള്ള ഈ സഹായം? വിജയകുമാർ, അതും ഒരു കാരണം തന്നെയാണ്. കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ 9-നാണ് ഈ പാലോട് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറായിരുന്ന L സുധീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഈ ഇരുതല മൂരിയെ കടത്തിയതിന് പിടിയിലായവരെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നും പണം വാങ്ങിയെന്ന കേസിലാണ് പൂജപ്പുര വിജിലൻസ് അന്ന് ഇയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് ട്രിബ്യൂണൽ വഴി ഇതിനു മുമ്പും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇയാൾ ട്രിബ്യൂണൽ വഴി നീങ്ങി സർവീസിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത മാസം 31-ന് വിരമിക്കാനിരിക്കെയാണ് വനം വകുപ്പ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിജിലൻസ് ഈ കേസിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിന് പിന്നാലെ ഇയാൾ ഈ 31-ന് വിരമിക്കുകയാണെന്നും അതിനാൽ തിരിച്ചെടുക്കണമെന്നും ഒരു അപേക്ഷ വനം വകുപ്പിന് നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിക്കുകയും ഒപ്പം തന്നെ ഇയാൾക്കെതിരെ മറ്റ് കോടതി വിധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതി ജാമ്യം നൽകിയതും കൊണ്ടുകൂടിയാണ് ഇപ്പോൾ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ടാണ് തന്നെ നിയമനം നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസിന് അന്ത്യാഞ്ജലി. ഹൃദയാഘാതത്തെ തുടർന്ന് 85-ാം വയസ്സിൽ കോട്ടയം ഉഴവൂരിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഒളിമ്പിക്സ് സ്വർണ്ണമടക്കം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ 100-ലധികം മെഡലുകൾ നേടിയത് സണ്ണി തോമസിന്റെ ശിക്ഷണത്തിലായിരുന്നു. നാളെ രാവിലെ 9 മണിക്ക് കോട്ടയത്തെ വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം എറണാകുളത്തെ സെന്റ് മാർട്ടിൻ ഡി പോറസ് തേവക്കൽ പള്ളിയിൽ 12 മണിക്കാണ് സംസ്കാരം. ഇന്ത്യൻ ഷൂട്ടിങ്ങിന്റെ ദ്രോണാചാര്യൻ, മെഡൽ മുഴക്കത്തിലേക്ക് ലക്ഷ്യം തെറ്റാതെ കാഞ്ചിവലിക്കാൻ അനേകം ശിഷ്യരെ പ്രാപ്തരാക്കിയ പ്രൊഫസർ സണ്ണി തോമസിനേക്കാൾ ദ്രോണാചാര്യൻ എന്ന വിശേഷണം മറ്റാർക്ക് ചേരുമെന്നത് സംശയം. അഭിനവ് ബിന്ദ്ര, ജസ്പാൽ റാണ, രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ, അഞ്ജലി ഭാഗവത്, ഗഗൻ നാരംഗ്, ഇതിഹാസങ്ങളായ ഈ ശിഷ്യഗണങ്ങളുടെ പേരുകൾ മതി സണ്ണി തോമസിന്റെ തലപ്പൊക്കം മനസ്സിലാക്കാൻ. പത്താം വയസ്സിൽ നാടൻ തോക്കിലായിരുന്നു ആദ്യ പരീക്ഷണം. കോട്ടയം റൈഫിൾ ക്ലബിൽ ചേർന്നതോടെ അത് ശാസ്ത്രീയമായി. പിന്നീട് ഇംഗ്ലീഷ് അധ്യാപകനായപ്പോഴും തോക്കിനോടുള്ള കമ്പം വിട്ടില്ല. 5 തവണ സംസ്ഥാന ചാമ്പ്യനും 1976-ൽ ദേശീയ ചാമ്പ്യനുമായി. 1993-ലാണ് ദേശീയ ഷൂട്ടിംഗ് പരിശീലകനായി സണ്ണി തോമസ് അവരോധിക്കപ്പെടുന്നത്. ലക്ഷ്യമില്ലാതെ വെടിയുതിർത്ത് നടന്നിരുന്ന ഇന്ത്യൻ ഷൂട്ടിങ്ങിന് അദ്ദേഹം നേർവഴി കാണിച്ചു. ചൈനീസ് ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തി ഇന്ത്യ വെടിയുതിർത്തു. മെഡലുകൾ വരിവരിയായി എത്തി. 2004-ൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിലൂടെ ആദ്യ ഒളിമ്പിക് വ്യക്തിഗത വെള്ളി. 2008-ൽ അഭിനവ് ബിന്ദ്രയിലൂടെ രാജ്യത്തിന്റെ ആദ്യ ഒളിമ്പിക് സ്വർണം. 2012-ൽ 2 മെഡലുകൾ കൂടി. ഇങ്ങനെ അന്താരാഷ്ട്ര വേദിയിൽ 100-ലധികം മെഡലുകളാണ് സണ്ണി തോമസിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യ വെടിവെച്ചിട്ടത്. ഒടുവിൽ 2014-ൽ 19 വർഷം നീണ്ട പരിശീലക ജീവിതത്തിന് അവസാനമിട്ട അദ്ദേഹം തോക്കു താഴെ വെച്ചു. ഇപ്പോൾ ജീവിതത്തിൽ നിന്നും കാലം എത്ര കഴിഞ്ഞാലും ഇന്ത്യൻ കായിക ചരിത്രത്തിൽ മുഴങ്ങുന്ന ഓർമ്മയായി
പ്രൊഫസർ സണ്ണി തോമസ് ഉണ്ടാകും. സ്പോർട്സ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. പാലക്കാട് പള്ളി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. മേലാർകോട് പള്ളി നേർച്ചയ്ക്കിടെയാണ് ആന ഇടഞ്ഞത്. 9 ആനകളെ നേർച്ചയ്ക്ക് എഴുന്നള്ളത്തിനെത്തിയിരുന്നു. അതിലൊന്നാണ് ഇടഞ്ഞത്. ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളൊക്കെ പരിഭ്രാന്തരായി ഓടുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആനയെ പൂർണ്ണമായി തന്നെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ആളുകൾ ഭയപ്പെട്ടതാണ് എന്നാണ് ആനയുടെ ഉടമസ്ഥരും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളും ഇപ്പോൾ അറിയിക്കുന്നത്. കാരണം ആനയ്ക്ക് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കുറച്ചുനേരം ആന നിന്നു. അതിനുശേഷം ആന തിരിഞ്ഞു പോയപ്പോൾ ആളുകൾ ഭയപ്പെട്ട് ഓടുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടുത്തെ ചില ആളുകൾ പറയുന്നത്. ഈ ഓട്ടത്തിലാണ് ചില ആളുകൾക്ക് വീണ് പരിക്കേറ്റിരിക്കുന്നത്. കാര്യമായ രീതിയിലുള്ള പരിക്കുകളില്ല. ചെറിയ രീതിയിലുള്ള മുറിവുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. 9 ആനകളെയായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രകാരം അവിടെ എഴുന്നള്ളിച്ചിരുന്നത്. കാര്യമായ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ദേശോത്സവം എന്ന തരത്തിൽ പറയാവുന്ന നേർച്ച തന്നെയാണ് ആ പ്രദേശത്തെ പള്ളി നേർച്ച. ഇപ്പോൾ കാര്യമായ രീതിയിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മറ്റു ആനകളെയും കൊണ്ട് എഴുന്നള്ളിപ്പ് സുഗമമായി നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ആളുകൾക്ക് ഓട്ടത്തിനിടെ വീണ് പരിക്കേറ്റിട്ടുണ്ട് എന്നത് മാത്രമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വിജയകുമാർ. യെസ്, 9 ആനകളാണ് അവിടെ നേർച്ചയ്ക്ക് കൊണ്ടുവന്നത്. അതിലൊന്നാണ് ഇടഞ്ഞത്. ആളുകൾ ബഹളം വെച്ചപ്പോൾ ആളുകളുടെ തിക്കും തിരക്കുമൊക്കെ ആണ് ആന ഇടയാൻ കാരണമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന പ്രമേയത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ് റോഡ് ഷോയുമായി കേലം ആക്സിവ ഫിൻവെസ്റ്റ്. രജത ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന റോഡ് ഷോ മെയ് 5-ന് കാസർഗോഡ് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ആരംഭിച്ച് 20-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സാമ്പത്തിക സാക്ഷരത പ്രചരിപ്പിക്കുക, നിക്ഷേപങ്ങളിൽ ജാഗ്രത പുലർത്താൻ അവബോധം നൽകുക, സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് റോഡ് ഷോയുടെ ലക്ഷ്യങ്ങൾ. റോഡ് ഷോ കടന്നു പോകുന്ന 63 കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അണിചേരും. കേലം ആക്സിവ ഫിൻവെസ്റ്റ് ഫിനാൻസ് വിഭാഗം വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ എറിൻ ലിസ്ബത്ത് ഷിബു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഫൈനാൻഷ്യൽ ഫ്രോഡുകളിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്ന തുക നമുക്ക് ഊഹിക്കാവുന്നതിലും വളരെ വലുതാണ്. ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ വളർച്ചയ്ക്ക് വളരെയധികം വിഘാതമായി നിൽക്കുന്ന ഇമാതിരിയുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഫൈനാൻഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഫൈനാൻഷ്യൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളം ആക്സിവ ഈ ഒരു മിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ പരിപാടിയിൽ കേരളത്തിൽ ഉടനീളം 14 ജില്ലകളിലും റോഡ് ഷോ സംഘടിപ്പിക്കും. ഈ മെയ് മാസം 5-ാം തീയതി കാസർഗോഡ് നിന്നാണ് ഈ പരിപാടി ആരംഭിക്കുന്നതിൻ്റെ ഇനാഗുറേഷൻ കാസർഗോഡ് നിന്നാണ്. 5-ാം തീയതിയാണ്. 63 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ 37ാം സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് 4-ന് ഞായറാഴ്ച കോഴിക്കോട് തളിയിലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടക്കും. വൈജ്ഞാനിക സമ്മേളനം, ഖുർആൻ വിജ്ഞാന മത്സരങ്ങൾ, പുസ്തക പ്രകാശനം, സാംസ്കാരിക അവാർഡ് വിതരണം, പൊതുസമ്മേളനം തുടങ്ങിയവയാണ് സംഗമത്തിന്റെ ഭാഗമായി നടക്കുക. മത, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഹമദ് ദേവർകോവിൽ MLA നിർവഹിക്കും. സാംസ്കാരിക അവാർഡ് വിതരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. വേദഗ്രന്ഥം പഠിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അറബി ഭാഷയുടെ പിന്തുണയോടുകൂടി അഥവാ വിദ്യാർത്ഥികളായി വരുന്ന വിവിധ പ്രായക്കാർ സാമൂഹ്യ രംഗത്ത് വിവിധ വ്യാപാര ബന്ധങ്ങളിലും ജോലികളിലുമൊക്കെ വ്യാപൃതരായ എല്ലാതരം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീകളെയും പ്രത്യേകമായി ബാച്ചുകളും മിശ്രമായി നിർത്തിക്കൊണ്ടും തുടക്കം കുറിച്ച ഈ ബാച്ചിൻ്റെ ഈ സിലബസിൻ്റെ ആകർഷണീയതയാണ്
ഒരു ജനകീയ യൂണിവേഴ്സിറ്റിയായി മാറുവാൻ SLRCക്ക് കാര്യമായി സാധിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.